ഹായ് ഓൾ, 2026 സി-ടെറ്റ് എക്സാമുകളുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അടുത്ത സി-ടെറ്റ് എക്സാം നടക്കുന്നത് 6 സെപ്റ്റംബർ 2026 അതായത് സെപ്റ്റംബർ മാസം 6 തീയതി ഞായറാഴ്ചയാണ് അടുത്ത സി-ടെറ്റിൻ്റെ എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ സി-ടെറ്റിൻ്റെ എക്സാമിനേഷനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഡേറ്റുകളൊക്കെ ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. സി-ടെറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 11 മുതൽ തന്നെ സി-ടെറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 10/6/2016 ജൂൺ 10 തീയതിയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും 10/6/2016 ആണ്. പിന്നീട് കറക്ഷൻ തിരുത്താനുള്ള ഡേറ്റുകൾ വരുന്നത് 15 മുതൽ 18 വരെയുള്ള ജൂണിലുള്ള ഡേറ്റുകളിലാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് 6/9/2026 സെപ്റ്റംബർ 6 സി-ടെറ്റിൻ്റെ എക്സാമിനേഷൻ നടത്തും. സി-ടെറ്റിൻ്റെ 2 പേപ്പറിൻ്റെ എക്സാമിനേഷൻസും നടക്കുന്നത് സെപ്റ്റംബർ 6 തന്നെയാണ്. ഇൻ കേസ് അപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാവുകയാണെങ്കിൽ 2 ഘട്ടങ്ങളായിട്ട് 5-ാം തീയതിയും 6-ാം തീയതിയും സി-ടെറ്റിൻ്റെ എക്സാമിനേഷൻ നടക്കും. സി-ടെറ്റിൻ്റെ ആവശ്യകത പല കുട്ടികൾക്കും ഇപ്പോഴും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. പല ആളുകളും കെ-ടെറ്റിൻ്റെതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സി-ടെറ്റ് എന്തിനുള്ളതാണ്? സി-ടെറ്റിനും കുറച്ചും കൂടെ എന്തുണ്ട്, സ്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സാധാരണയായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ കയറാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് സി-ടെറ്റ് ഒക്കെ അറിയപ്പെടുന്നത്. അതായത് KVS, NVS അങ്ങനെയുള്ള വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ടും സി-ടെറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരാറുണ്ട്. ഇനി എയ്ഡഡ് അല്ലാതെ അൺഎയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലും സെൻട്രലിൽ CBSE ബേസ് ചെയ്ത് പോകുന്ന സ്കൂളുകളിലൊക്കെ സി-ടെറ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. എന്തൊക്കെയാണ് സി-ടെറ്റിൻ്റെ എക്സാമിനേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊന്ന് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഡേറ്റിൻ്റെ കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 6 ഡേറ്റ്. അത് ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ 5 സെപ്റ്റംബർ സാറ്റർഡേയും കൂടെ നടത്തി 2 ദിവസത്തെ എക്സാം ആയിട്ട് എന്ത് ചെയ്യും, അത് നടത്തുന്നതാണ് എന്നൊന്ന് ഓർത്തു വെക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡേറ്റുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതിയാണ്. എക്സാം നടക്കുന്നത് 6 സെപ്റ്റംബർ ആണ്. ഇതാണ് മെയിനായിട്ട് ഓർത്തു വെക്കേണ്ടത്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ പേപ്പറുകൾ? സാധാരണയായിട്ട് 2 പേപ്പറുകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. പേപ്പർ 1 അല്ലെങ്കിൽ പേപ്പർ 2 ആണ് മോർണിംഗ് സെക്ഷനായിട്ട് നടക്കുന്നത്. രാവിലെ 9:30 മുതൽ 12 മണി വരെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. പേപ്പർ 2 ഈവനിങ് സെക്ഷനാണ്. 2:30 മുതൽ 5 മണി വരെ ആയിരിക്കും പേപ്പർ 2ൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവുക. ഇങ്ങനെ 2 എണ്ണമാണ് നടക്കുന്നത്. എക്സാമിൻ്റെ ഫീകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജനറൽ OBC അല്ലെങ്കിൽ ജനറൽ OBC NCL വിഭാഗക്കാർക്കൊക്കെ പേപ്പർ 1-ന് 1000 രൂപയും പേപ്പർ 2-നും 1000 രൂപയാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണെങ്കിൽ 1200 രൂപയാണ് വരുന്നത്. SC ST അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ പേപ്പർ 1-നും പേപ്പർ 2-നും 500 രൂപയാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 600 രൂപയാണ് ഉണ്ടാവുക. അപ്പോൾ ഓൺലൈനുള്ള വിൻഡോസ് ഈ സൈറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ 2 സൈറ്റുകളിലും നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് 2 പേപ്പറുകളാണ് സി-ടെറ്റിനുള്ളത്. കെ-ടെറ്റിന് നമുക്ക് 4 പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സി-ടെറ്റിനുള്ളത് 2 പേപ്പറുകളാണ്. പേപ്പർ 1 ഫോക്കസ് ചെയ്യുന്നത് 1 to 5 വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികളെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. 2 ലെവലിലും ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പേപ്പർ 2 മാത്രം പോരാ. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ക്വാളിഫൈ ചെയ്യാമെന്നെങ്കിൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ 2 ലെവലിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സിലബസ് നമ്മുടെ കെ-ടെറ്റിൻ്റെയൊക്കെ സിലബസ് പോലൊക്കെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, സയൻസ് ആ വിഷയങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് പോകുന്നത്. നമുക്ക് 2 സിലബസിലും അല്ലെങ്കിൽ പേപ്പർ 1-ലുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് പെഡഗോജിയാണ് 30 മാർക്കിന്.
മാത്സിന് 30 മാർക്കുണ്ട്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് 30 മാർക്ക്, ലാംഗ്വേജ് 1 ഉണ്ട്, ലാംഗ്വേജ് 2 ഉണ്ട്. അത് ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 2 ഡിഫറെൻറ്റ് ലാംഗ്വേജുകൾ ചൂസ് ചെയ്യണം. കേട്ടറ്റിൻ്റെ അതേ ഫോർമാറ്റിലൊക്കെ തന്നെയാണ്. അതിന് 30 മാർക്ക്. അങ്ങനെ ടോട്ടൽ 150 മാർക്കിൻ്റെ 150 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നെഗറ്റീവ് മാർക്കുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി കേട്ടറ്റിൻ്റെ അല്ലെങ്കിൽ സി-ടെറ്റിൻ്റെ പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ സബ്ജക്റ്റുകൾ വരുന്നത് പെഡഗോജി 30 മാർക്കിന് വരുന്നുണ്ട്, മാത്സ് ആൻഡ് സയൻസ് 60 മാർക്കിനുണ്ട്. അതല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് സോഷ്യൽ സയൻസ് നമുക്ക് 2 ഭാഗങ്ങളിൽ ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ആ സാധനം എക്സാമിൻ്റെ സമയത്ത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 ലാംഗ്വേജുകളുണ്ട്. അങ്ങനെ 150 മാർക്കിന് 150 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്വാളിഫൈ മാർക്ക് എന്ന് പറയുന്നത് 60% ആണ്. 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെറ്റ് പാസ്സാകാം. അതൊന്ന് ആലോചിച്ച് വെക്കുക. എഴുതാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഡേറ്റുകൾ മറക്കണ്ട. ഓൾറെഡി സി-ടെറ്റിൻ്റെ അപ്ലിക്കേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അവസാനിക്കുന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. സി-ടെറ്റും കൂടെ കയ്യിൽ സേഫാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അണ്ടറിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ താങ്ക് യു.